റസൂലുള്ളാഹി طال بي الحنين وغرق موجتي شود فيه رسول الله. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ദർസിലിരിക്കുന്ന ഒരാളോട് പെട്ടെന്ന് ചോദിച്ചു, മാദാ കുൻതു അഖൂൽ, ഞാനിപ്പോൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? സ്വാഭാവികമായിട്ട് ഒരു അധ്യാപകൻ്റെ ചോദ്യമാണ്. അപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആ മനുഷ്യൻ പറഞ്ഞു എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ഇരിക്കുന്ന ആരും നഷ്ടക്കാരാവുകയില്ല, ദൗർഭാഗ്യവാന്മാരാവുകയില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ആ മറുപടി കേട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല കരഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനാണ് അദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ചത്. ഫതഅല്ലംനാ മിൻഹു, പിന്നെ നമ്മൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയാണ് ചെയ്തതെന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞ ആ വാക്കിൻ്റെ ആഴം എത്രയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അത് ശരിക്കും അള്ളാഹു പറഞ്ഞ വാക്കാണ്. അപ്പം അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കൂട്ടത്തിൽ ഒരു ടീമിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ, അവർ ഭൂമിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യും, സഞ്ചരിക്കും. അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളിൽ അവർ വന്നിരിക്കും. ആ സദസ്സ് പിരിയുമ്പോൾ അവരും പിരിഞ്ഞു പോകും. അള്ളാഹുവിൻ്റെ അടുക്കലേക്ക്, ആകാശത്തേക്ക് അവർ മടങ്ങി ചെല്ലും. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നതാണ്, മിൻ ഐന ജിത്തും, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ഭൂമിയിലുള്ള നിൻ്റെ അടിമകളുടെ അരികിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് എന്ന് അവർ മറുപടി പറയും. അള്ളാഹുവിനെ അറിയാത്തതുകൊണ്ടല്ല, എന്നാലും അള്ളാഹു അത് ചോദിക്കും. അവർ തസ്ബീഹ് ചൊല്ലുന്നുണ്ട്, തക്ബീർ ചൊല്ലുന്നുണ്ട്, അവർ നിന്നെ പുകഴ്ത്തുന്നുണ്ട്, തഹ്ലീൽ ചൊല്ലുന്നുണ്ട്. യസ്അലൂനക്, അവർ നിന്നോട് ചോദിക്കുന്നുണ്ട്. എന്താണ് അവർ ചോദിക്കുന്നത്? അവർ നിൻ്റെ സ്വർഗ്ഗമാണ് ചോദിക്കുന്നത്. അവരിൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ നിൻ്റെ സ്വർഗം കണ്ടിട്ടില്ല. ഫകൈഫ വഹും റഔ ജന്നതി, അവരെൻ്റെ സ്വർഗം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? വയസ്തജിറൂനക്, അവർ നിന്നോട് അഭയം ചോദിക്കുന്നുണ്ട്. എന്തിൽ നിന്നാണ് അഭയം ചോദിക്കുന്നത്? മിന്നാരിക്, നിൻ്റെ നരകത്തിൽ നിന്നാണ് അവർ അഭയം ചോദിക്കുന്നത്. അവരെൻ്റെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല റബ്ബേ, അവർ നിൻ്റെ നരകം കണ്ടിട്ടില്ല. അവരെൻ്റെ നരകം കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? യസ്തഗ്ഫിറൂനക്, അള്ളാഹുവേ, അവർ നിന്നോട് പാപമോചനം ചോദിക്കുന്നുണ്ട്. അപ്പം അള്ളാഹു പറയും, ഗഫർതു ലഹും, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം മലക്കുകൾ പറയാണ്, റബ്ബി ഫീഹിം ഫുലാനുൻ അബ്ദുൻ ഖത്താഉൻ ഇന്നമാ മർറ ഫജലസ മഅഹും. അല്ലാഹു, അവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ട്, അയാൾ ആ സദസ്സിലേക്ക് വന്ന ആളല്ല, അയാൾ അതിൻ്റെ അരികിലൂടെ ഇങ്ങനെ പോകുകയായിരുന്നു. അപ്പം ഇത് കണ്ടു, അപ്പം അവരുടെ കൂടെ ഇരുന്നു. അപ്പം അല്ലാഹു പറയും, ലഹു ഗഫർതു, അവൻക്കും ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഹുമുൽ ഖൗമു ലാ യഷ്ഖാ ബിഹിം ജലീസുഹും, അവരുടെ കൂടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടോ അവരൊന്നും ഒരിക്കലും നഷ്ടക്കാരാവുകയില്ല,
ദൗർഭാഗ്യവാന്മാരാവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ മറുപടി. അപ്പം നമ്മളിങ്ങനെ ആഴ്ചയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇരിക്കുമ്പോൾ ഈ ഒരു സദസ്സിൽ മാത്രമല്ല, അള്ളാഹുവിനെ ഓർക്കുന്ന ഏത് സദസ്സിൽ ഇരിക്കുമ്പോഴും അതൊരിക്കലും നമുക്ക് നഷ്ടമല്ല എന്ന ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് അത് എന്ന തിരിച്ചറിവും നമുക്ക് വേണം. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദർസിൽ സംസാരിച്ച വിഷയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പ്രധാനമായിട്ടും 2 സംഭവങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഹഫ്റു സംസം അല്ലെ, സംസം മൂടിക്കടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും അബ്ദുൽ മുത്തലിബും മൂത്ത മകൻ ഹാരിസും ഒക്കെ ചേർന്നിട്ട് ആ സംസം വീണ്ടും കുഴിക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഹാദിസുൽ ഫീൽ, ആനക്കലഹമാൻ. അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കൗതുകമുള്ള ചരിത്രങ്ങളും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വലിയ വലിയ പാഠങ്ങളുമൊക്കെ നമ്മൾ എണ്ണി പറഞ്ഞു. അബ്ദുൽ മുത്തലിബിൻ്റെ വിചിത്രമായ നേർച്ചയും അബ്ദുള്ളയെ ബലിയറുക്കാൻ തീരുമാനിക്കുന്നതും അതിൽ നിന്ന് അബ്ദുള്ള രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി പ്രിയപ്പെട്ടവരെ, അബ്ദുള്ള വളർന്നു, നല്ലൊരു ചെറുപ്പക്കാരനായി, കാണുമ്പോൾ തന്നെ നല്ല ഗാംഭീര്യമുള്ള ഒത്തിണങ്ങിയ ഒരു യുവാവ്. 25 വയസ്സ് പ്രായമായി. ഇപ്പം കല്യാണത്തിന് സമയമായി. അബ്ദുൽ മുത്തലിബ് അബ്ദുള്ളയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കാൻ. അങ്ങനെ ബനു സഹ്റക്കാരുടെ സയ്യിദായ വഹബിൻ്റെ പുത്രി ആമിന ബിൻത്ത് വഹബ് ബിന് അബ്ദി മനാഫ്, അവരെയാണ് അബ്ദുൽ മുത്തലിബ് മകന് അബ്ദുള്ളക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള നിക്കാഹ് നടക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിൽ 4 തരത്തിലുള്ള നിക്കാഹുകളുണ്ട് അല്ലേ. ഒന്ന്, നമ്മുടെ ഇസ്ലാമിലെ രീതി, വലിയ ഉണ്ടാകും, മഹർ ഉണ്ടാകും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീരുമാനത്തിലെത്തി സാധാരണ നടക്കുന്ന നിക്കാഹ്. അത് മാത്രമാണ് ശരിയായ നിക്കാഹ്. ബാക്കിയുള്ളതൊക്കെ തോന്നിവാസങ്ങളാണ്, വൃത്തികേടാണ്, അങ്ങേയറ്റം മോശമായ ഏർപ്പാടുകളാണ്. അതിനെ പറ്റിയിട്ട് നമ്മൾ വിശദമായിട്ട് ജാഹിലിയത്തിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതാണ്. ഇനി അത് നമ്മൾ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുള്ളയുടെയും ആമിനയുടെയും നിക്കാഹ് നടക്കുന്നത് ശരിയായ രീതിയിലാണ്. വലിയുണ്ട്, മഹറുണ്ട്, അങ്ങനെയാണ് ആ നിക്കാഹ് നടക്കുന്നത്. അപ്പം നിക്കാഹ് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ പ്രായം എത്രയാണ്? 25 വയസ്സാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കല്യാണം കഴിച്ചതും 25-ാമത്തെ വയസ്സിലാണ്. ഉപ്പ അബ്ദുള്ള കല്യാണം കഴിച്ചതും 25-ാമത്തെ വയസ്സിലാണ്. അപ്പം നല്ലൊരു കുടുംബത്തിലെ, നല്ലൊരു തറവാട്ടിലെ പെൺകുട്ടിയാണ് ആമിന ബിൻത്ത് വഹബ്. അബ്ദുള്ളക്ക് എല്ലാ നിലക്കും ഒത്തിണങ്ങിയ ഒരു ജീവിത സഖി. അങ്ങനെ മക്കയിൽ തന്നെ അബ്ദുള്ളയും ആമിനയും വീട് കൂടുകയാണ് ഉണ്ടായത്. ഇവിടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകും, അബ്ദുള്ളയുടെ പേരിലുള്ള ഒരു കള്ളക്കഥയുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, അബ്ദുള്ളയുടെ അരികിലേക്ക് ഒരു പെണ്ണ് വരികയാണ്. ആ പെണ്ണ് വന്നിട്ട് സിനക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെടുന്നത്, വ്യഭിചരിക്കാനാണ് ആ പെണ്ണ് വന്നിട്ടുള്ളത്. അതിന് കാരണം പറയുന്നത്, അബ്ദുള്ളയുടെ മുഖത്ത് വല്ലാത്തൊരു പ്രകാശമുണ്ടായിരുന്നു, കാണുന്നവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകാശം ഉണ്ടായിരുന്നു ഞാൻ. എന്നാൽ ആമിന ബീവിയുമായിട്ടുള്ള നിക്കാഹ് നടന്നു. അതിനുശേഷം അബ്ദുള്ളയുടെ മുഖത്ത് നിന്ന് ആ പ്രകാശം നഷ്ടപ്പെട്ടു ഞാൻ. അപ്പം ആമിന ബീവിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് അബ്ദുള്ള വീണ്ടും വരുന്നുണ്ട്. ഇത് കഥയാണ്. അപ്പോൾ അബ്ദുള്ള ചെല്ലുമ്പോൾ ആ പെണ്ണ് പറയും, ഇപ്പം എനിക്ക് നിങ്ങളെ ആവശ്യമില്ല, കാരണം ഞാൻ അന്ന് കാണുമ്പോൾ നിങ്ങളുടെ മുഖത്തൊരു പ്രകാശം ഉണ്ടായിരുന്നു, ആ പ്രകാശം ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളെ ആവശ്യമില്ല എന്ന് ആ പെണ്ണ് പറഞ്ഞു ഞാൻ. ഇതാണ് ആ സംഭവം. അപ്പം ഇതിൻ്റെ സനദും പ്രശ്നമുണ്ട്, മത്തിനും പ്രശ്നമുണ്ട്. ഇതിൻ്റെ പല റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഓരോ റിപ്പോർട്ടിലും ഈ പെണ്ണിന് പല പേരുകളാണ്, പല അവസ്ഥകളിലാണ് അബ്ദുള്ളയെ ഈ റിപ്പോർട്ടുകളിലൊക്കെ പരിചയപ്പെടുത്തുന്നതൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു കഥ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ കാര്യത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ആ ഹദീസിൻ്റെ വിശദമായ പഠനങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല. ഏതായാലും അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ആമിന ബീവിയുമായിട്ടുള്ള നിക്കാഹ് നടന്നതിന് ശേഷം അബ്ദുള്ള കച്ചവട കാഫികളുമായിട്ട് ഷാമിലേക്ക് പുറപ്പെടാൻ. മക്കക്കാരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം, വരുമാന മാർഗം കച്ചവടം തന്നെയാണ്. രണ്ട് പ്രധാനപ്പെട്ട സമയങ്ങളിൽ അവർ കച്ചവടം നടത്തിയിരുന്നു, ഉഷ്ണകാലത്തും ശൈത്യകാലത്തും. ഒരു സമയത്ത് അവർ ഷാമിലേക്ക് പോകും, വേറൊരു സമയത്ത് അവർ യമനിലേക്കും പോകും. അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ നഗരങ്ങളിലൊന്നായിരുന്നു ഷാം. അപ്പോൾ അബ്ദുള്ള കച്ചവട കാഫിലുകളുടെ കൂടെ ഷാമിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്, കച്ചവടത്തിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഒട്ടകപ്പുറത്ത് വിഭവങ്ങളൊക്കെ വെച്ച് അവർ യാത്ര തുടങ്ങും. പിന്നെ അതൊക്കെ വിറ്റ് അതിൻ്റെ ലാഭവുമായിട്ട് അവർ നാട്ടിലേക്ക് മടങ്ങി വരും. ഇതായിരുന്നു അറബികളുടെ ഒരു രീതി. അങ്ങനെ ഷാമിലെത്തി കച്ചവടമൊക്കെ കഴിഞ്ഞു. ആ കച്ചവട സംഘം മക്കയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ ഈ യാത്രക്കിടയിൽ അബ്ദുള്ള രോഗിയായി. മദീനയിലെത്തിയപ്പോൾ അബ്ദുള്ള പറഞ്ഞു, ഇനി നിങ്ങൾ യാത്ര തുടർന്നു കൊള്ളുക, ഞാനിവിടെ മദീനയിൽ തങ്ങാം. എൻ്റെ അഹ്വാലുകൾ, ആരാണ് ഖാല് എന്ന് പറഞ്ഞാൽ? ഉമ്മയുടെ സഹോദരന്മാർക്കാണ് ഖാല് എന്ന് പറയാം അല്ലേ. ഖാലുൻ എന്നതിൻ്റെ ബഹുവചനാണ് അഹ്വാൽ. ഉപ്പയുടെ സഹോദരനാണെങ്കിലോ അമ്മ എന്നാ പറയാ അല്ലേ, അമ്മ. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാൻ. അതാണ് മരിക്കുന്ന അവസാന സമയത്ത് അബൂ താലിബിനോട് പറയുന്നത്, യാ അം കുല്ല ഇലാഹ ഇല്ലല്ലാഹ്. ഖാല എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിമാർ അല്ലേ, ഖാല. അതുപോലെ തന്നെ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മത്ത്, ഉപ്പയുടെ സഹോദരി, അമ്മായി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ അഹ്വാലുകളുടെ കൂടെ തങ്ങാം, എനിക്ക് യാത്ര കഴിയില്ല, നിങ്ങൾ യാത്ര തുടർന്നോളി എന്ന് പറഞ്ഞ് അബ്ദുള്ള മദീനയിൽ തങ്ങുകയാണ്. അങ്ങനെ ആ കച്ചവട സംഘം ഷാമിൽ നിന്നുള്ള കച്ചവടമൊക്കെ കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ സംഘത്തിൽ അബ്ദുള്ള ഇല്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബ് അന്വേഷിച്ചു, എവിടെ എൻ്റെ മകൻ എവിടെ, അവൻ തിരിച്ചെത്തിയിട്ടില്ലല്ലോ, അബ്ദുള്ള എവിടെ? അപ്പോൾ കച്ചവട സംഘം വിവരങ്ങൾ പറഞ്ഞു, അബ്ദുള്ള അങ്ങനെ രോഗിയായി അവർ കുടുംബക്കാരുടെ അടുക്കൽ തങ്ങുകയാണ് ഉണ്ടായത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് മൂത്ത മകനെ മദീനയിലേക്ക് അയക്കുകയാണ്. അബ്ദുള്ളയുടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ മദീനയിലേക്ക് അയക്കുകയാണ്. ആരാണ് മൂത്ത മകൻ? അൽ ഹാരിസ് അല്ലേ, ഹാരിസാണ് മൂത്ത മകൻ. അങ്ങനെ ഹാരിസ് മദീനയിലെത്തിയപ്പോൾ ഹാരിസ് കേട്ട വാർത്ത, അബ്ദുള്ള മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്നു നാബിഗ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ, ബനു അദീകാരുടെ വീട്ടിൽപ്പെട്ട ഒരാളാണ്, കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. അവരുടെ വീട്ടിൽ അബ്ദുള്ളയെ മറമാടുകയും ചെയ്തിട്ടുണ്ട്. മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല, മറമാടിയ വിവരവും അറിഞ്ഞിട്ടില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. കാരണം ഇന്നത്തെ കാലമല്ല, ടെലിഫോണില്ല, മൊബൈലില്ല, വാട്സപ്പില്ല, സോഷ്യൽ മീഡിയ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഒന്നുമില്ല. ഇന്നിപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ലോകം മുഴുവൻ ആ വിവരം അറിയും. അങ്ങനെ ഹാരിസ് അതീവ ദുഃഖിതനായി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോരുന്നു. അബ്ദുൽ മുത്തലിബിനെ വിവരം അറിയിക്കുന്നു, അബ്ദുള്ളയുടെ കൂടപ്പിറപ്പുകളെ വിവരം അറിയിക്കുന്നു. അവരൊക്കെ അങ്ങേയറ്റം ദുഃഖിക്കുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. കാരണം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അബ്ദുള്ള. എന്നാൽ അബ്ദുള്ള മരിക്കുന്ന സമയത്ത് ആമിനയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞിന് 2 മാസം പ്രായമായിട്ടുണ്ട്. ആമിനയുടെ ഗർഭത്തിന് 2 മാസം പ്രായമായിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അബ്ദുള്ള മരിച്ചത് എപ്പോഴാണ് എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പ്രധാനമായിട്ടും 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പാണ്. നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ അബ്ദുള്ള മരിച്ചിട്ടുണ്ട് എന്നതാണ് ഒരഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതിന് ശേഷമാണ് അബ്ദുള്ള മരിച്ചതെന്നുള്ളതാണ്. ഈ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് സാദുൽ മആദിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗർഭാവസ്ഥയിലായിരിക്കെയാണ് ഉപ്പ മരിച്ചത് എന്നതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. അപ്പോൾ മരിക്കുമ്പോൾ അബ്ദുള്ളയുടെ പ്രായം 25 വയസ്സാണ്.
നമ്മൾ പറഞ്ഞ 25-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞത്. പിന്നെ ഒരുപാട് കാലമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ 25 വയസ്സ് തന്നെയാണ് മരിക്കുമ്പോഴും അബ്ദുള്ളയുടെ പ്രായം എന്നതാണ് ചരിത്രത്തിലുള്ള പ്രബലമായ അഭിപ്രായമായിട്ട് ഇമാം വാഖിദി ഒക്കെ പറയുന്നത്. ഇനി അബ്ദുള്ളയിൽ നിന്ന് എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനന്തരമായിട്ട് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനന്തരമായി കിട്ടിയത് 5 ഒട്ടകങ്ങൾ. അബ്ദുള്ളയുടെ സ്വത്താണ് നമ്മൾ പറയുന്നത്. 5 ഒട്ടകങ്ങൾ, പിന്നെ ആടുകൾ, ഒരു അടിമ സ്ത്രീ. ഇതായിരുന്നു അബ്ദുള്ളയുടെ സമ്പാദ്യം. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബ്ദുള്ളയിൽ നിന്ന് അനന്തരമായിട്ട് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഓർക്കേണ്ട ഒരു കാര്യം, ലോകത്തേക്ക് വരുന്ന അവസാനത്തെ റസൂൽ, അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യതീമായി കൊണ്ടാണ് ജനിക്കേണ്ടത് എന്ന് ആര് തീരുമാനിച്ചിട്ടുണ്ട്? അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്താണ്. അതിന് പിന്നിൽ അള്ളാഹു കാണുന്ന ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും. അള്ളാഹു അങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉപ്പയുടെ മുഖം കാണാതെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പറന്ന് വീഴുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തു. അതാണ് അലം യജിദ്ക യതീമൻ ഫആവാ. നബിയെ, നിങ്ങളെ ഞാൻ യതീമായിട്ട് കണ്ടു, അങ്ങനെ നാം നിങ്ങൾക്ക് സംരക്ഷണം നൽകി, നിങ്ങൾക്ക് അഭയം നൽകി എന്ന് അള്ളാഹു ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, അബ്ദുള്ള ഒരു അടിമ സ്ത്രീയെ ബാക്കിയാക്കിയെന്ന്. ആ അടിമ സ്ത്രീ ആരാന്ന് ആർക്കെങ്കിലും അറിയോ? ഹലീമ ബീവി അല്ല. ഒന്നുകൂടി. അടുത്തെത്തി. മറിയത്തുൽ ഖിബ്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയല്ലേ? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഉമ്മു ഐമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ ഒരുപാട് ആവർത്തിച്ചു വരുന്ന ഒരു പേരാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പേര്. നമ്മൾ ഒരുപാട് കേട്ടൊരു പേര് കൂടിയായിരിക്കും അത്. ശരിക്കും അവരുടെ പേര് ബറക്ക എന്നാണ്. ബറക്ക എന്നാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ പേര്. അവർ ഹബിശക്കാരിയാണ്, അബിസീനിയക്കാരിയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അപ്പോൾ അബ്ദുള്ള മരിച്ചതു മുതൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആരുണ്ട്? ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉണ്ട്. ചെറുപ്പം മുതലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി കൊണ്ടുവന്ന ഒരാളാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. ഒരുപാട് നേരത്തെ തന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹബിഷയിലേക്ക് മുസ്ലിങ്ങൾ ഹിജറ പോയപ്പോൾ ആ സംഘത്തിൽ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആരാണ്? ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ. അവർ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. ആ വിവാഹ ജീവിതത്തിലാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. നബിൻ്റെ സീറ വായിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരാളാണ് സെയ്ദ് ബിൻ ഹാരിസയും അദ്ദേഹത്തിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സ്നേഹിച്ച 2 സ്വഹാബിമാരാണ് ഈ 2 ആൾക്കാരും. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതിർന്നതിന് ശേഷം ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ മോചിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഉമ്മു ഐമനെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുള്ള വളരെ വൈകാരികമായൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നത്, ഇൻ തലിഖ് ബിനാ, നമുക്ക് ഉമ്മു ഐമൻ്റെ അരികിലേക്കൊന്ന് പോയി നോക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കിടയ്ക്ക് അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നല്ലോ. അപ്പം നബി അവരെ സന്ദർശിക്കുന്നത് പോലെ നമുക്കും ഒന്ന് അവരെ ചെന്ന് സന്ദർശിക്കാം. അങ്ങനെ നബി മരിച്ചതിന് ശേഷമാണ് ഉമ്മ ഐമൻ്റെ അരികിലേക്ക് ഇവർ ചെല്ലുന്നത്. അപ്പോൾ ഉമ്മ ഐമ ഭയങ്കര കരച്ചിൽ. ഒരു പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഹൈറായതല്ലേ ഉണ്ടാവുക. അപ്പോൾ ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ നബിക്ക് ഏറ്റവും ഹൈറായതാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഞാൻ കരഞ്ഞത് ഇനി ആകാശത്തുനിന്ന് വഹി വരൂലല്ലോ, വഹി നിലച്ചല്ലോ, അതാലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞതെന്നാണ്.
പിന്നീട് ഉമ്മൈമൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഒരുമിച്ച് കരയുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. ശരിക്കും നമുക്ക് ആ ഫീലിംഗ് മനസ്സിലാവൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്നത് കൺമുമ്പിൽ കണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. തണുത്ത രാത്രിയിൽ, കൊടും തണുപ്പുള്ള രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടം വിയർക്കുന്നത് കണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ മനുഷ്യൻ്റെ കോലത്തിൽ വന്നിട്ട് നബിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ചോദ്യങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരം പറയുന്നതും കൺമുമ്പിൽ കണ്ടവരാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ. നബിൻ്റെ മുമ്പിൽ ഒരാൾ വന്നിരിക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, മറുപടി പറയാണ്. ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് അയാൾ തിരിച്ചു പോകുമ്പോൾ നബി ചോദിക്കുകയാണ്, ആരാണ് ഈ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഹാദാ ജിബ്രീൽ യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ നബി മറുപടി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ വഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈകാരികമായൊരു സംഭവം കൂടിയാണ്. അപ്പോൾ ആ വഹി നിലച്ചല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ കരയുന്നത്. അതിൻ്റെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹും ഒക്കെ കരയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഉമ്മു ഐമനെ പറ്റിയിട്ട് ഇനിയും വിശദമായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് ആ സന്ദർഭങ്ങളിൽ നമുക്ക് വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ഖുറൈശി തറവാട്ടിൽ ഒരു സൂര്യൻ ഉദിച്ചു, മക്കയിൽ ഒരു പൂവ് വിരിഞ്ഞു. ഹാഷിം കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമുണ്ടായി. അറേബ്യയിൽ നിന്ന് ആ വെളിച്ചം ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലേക്ക്, മുക്കുമൂലകളിലേക്ക് എത്തണമെന്ന് അള്ളാഹു തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പ്രിയപ്പെട്ടവർ, എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്? ആമുൽ ഫീൽ, ആനക്കലഹ വർഷത്തിലാണ് നബിയുടെ ജനനം. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അടുക്കലുള്ള അഭിപ്രായം. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായിലൊക്കെ പറയുന്നുണ്ട്, ഈ ഒരു അഭിപ്രായമാണ് ഭൂരിഭാഗം ചരിത്ര പണ്ഡിതന്മാരുടെയും അടുക്കൽ അറിയപ്പെട്ടിട്ടുള്ള അഭിപ്രായം. ആമുൽ ഫീലിലാണ്, ആനക്കലഹ വർഷത്തിലാണ്, റബീഉൽ അവ്വൽ മാസം 12-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. ആമുൽ ഫീലിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നതിനുള്ള തെളിവ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയുടെ മുസ്നദിലും ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആലയുടെ ജാമിഇലുമുള്ള ഹദീസാൻ. വുലിത്തു അന വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, ഞാനും അള്ളാഹുവിൻ്റെ റസൂലും ജനിച്ചത് ആമുൽ ഫീൽ വർഷത്തിലാണ് എന്ന് ആരാണ് പറയുന്നതെന്നുള്ളത് നോട്ട് ചെയ്തിട്ടില്ല. ആ സ്വഹാബിൻ്റെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇമാം തിർമിദി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന 3947 ഹദീസാൻ. ഹംസ റളിയല്ലാഹു അൻഹു അല്ല, ഇബ്നു മഖ്റമ എന്തെന്തോ പേരുള്ള ഒരു സ്വഹാബ്, മുഹമ്മദ് ഇബ്നു മഖ്റമ എന്നാണോ അതല്ല അബ്ദുല്ലാഹി ഇബ്നു മഖ്റമ എന്നുള്ളതെന്ന് നോക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ ബാങ്കിൻ്റെ ഒരു ബ്രേക്കിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ വുലിത്തു അന വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ ഫീൽ, ഞാനും നബിയും ജനിച്ചത് ആമുൽ ഫീൽ വർഷത്തിലാണ് എന്ന് ആ സ്വഹാബി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇമാം തിർമിദി റഹിമഹുല്ലയും ഇമാം അഹ്മദ് റഹിമഹുല്ലയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാൻ, സ്വീകാര്യോഗ്യമായ ഹദീസാൻ. അപ്പോൾ ആമുൽ ഫീലിലാണ് നബി ജനിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിച്ച് പറയാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതാണ്? തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം തിങ്കളാഴ്ച നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ നബി പറഞ്ഞല്ലോ, സുഇല അൻ സൗമി യൗമിൽ ഇസ്നൈൻ ഫഖാല ദാക യൗമുൻ വുലിത്തു ഫീഹി വബുഇസ്തു ഫീഹി വഉൻസില അലയ്യ ഫീഹി, അന്നാണ് ഞാൻ ജനിച്ചത്, അന്നാണ് ഞാൻ നബിയായിട്ട് നിയോഗിക്കപ്പെട്ടത്, അന്നാണ് എനിക്ക് വഹി നൽകപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പം നബിൻ്റെ ജനന തീയതിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജനിച്ച ദിവസത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒന്ന്, ആമുൽ ഫീലിലാണ് ജനിച്ചത്. രണ്ട്,
തിങ്കളാഴ്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. എന്നാൽ ജനിച്ച മാസം, തീയതി ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റമദാനിനാണെന്ന് വരെയുള്ള അഭിപ്രായമുണ്ട്. അത് ഒറ്റപ്പെട്ട അഭിപ്രായമാണ്, എന്നാൽ അങ്ങനത്തെ അഭിപ്രായവും ചരിത്രത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 2 എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, 8 എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, 10 എന്ന് അഭിപ്രായം പറഞ്ഞവരുണ്ട്, 12 എന്ന അഭിപ്രായം പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ആ വിഷയത്തിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം എന്താണ്? റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ടുള്ളത് എന്നാണ്. ഇനി ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാണ്, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുമുള്ള വഴികാട്ടിയാണ്, മനുഷ്യന്മാരിലേക്കും ജിന്നുകളിലേക്കൊക്കെ വന്ന പ്രബോധകനാണ്, റസൂലാണ്. അപ്പോൾ ആ നബിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ല? എന്തുകൊണ്ട് ആ ദിവസം അവർ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. അതിന് ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ അസീസ് അൽ അൻഖരി ഹഫിളഹുല്ലാ, ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലുള്ള വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്, ആധുനികനായ സലഫി പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതി എന്തുകൊണ്ട് മുസ്ലിങ്ങൾ കണക്കാക്കിയിട്ടില്ല, കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ല എന്നതിന് നമുക്ക് മറുപടിയായിട്ട് പറയാൻ പറ്റും. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൃത്യമായിട്ട് തെളിവുകളൊന്നും വന്നിട്ടില്ല. നബി പറഞ്ഞതായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റൂല, ഞാൻ ഈ മാസം ഈ തീയതിയാണ് ജനിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടില്ല. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആമുൽ ഫീലിൽ ജനിച്ച അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അത് ഖാത്തമുൻ നബിയീനാകും, അവസാനത്തെ നബിയാകും, റസൂലാകും, ആ നബിക്ക് വഹി വരും എന്നൊന്നും ജനിക്കുന്ന സമയത്ത് അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടില്ല, എല്ലാ കുട്ടികളും ജനിക്കുന്ന പോലെ തന്നെ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിയുടെ ജനന തീയതി സാധാരണ അവർ കണക്കാക്കുന്ന പോലെ തന്നെ കണക്കാക്കി എന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. അറബികൾക്ക് എന്ത് പതിവുണ്ടായിരുന്നില്ല, ജനന തീയതി കൃത്യമായിട്ട് നിശ്ചയിക്കുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർ ജനിച്ച വർഷമാണ് കണക്കാക്കിയിരുന്നത്. ആമുൽ ഫീലിൽ ജനിച്ച ആൾ, ഫിജാർ യുദ്ധവർഷത്തിൽ ജനിച്ച ആൾ എന്നൊക്കെ പറഞ്ഞ് ആ പ്രധാനപ്പെട്ട സംഭവങ്ങളിലേക്ക് ചേർത്തിയിട്ടാണ് അവർ ആ തീയതിയൊക്കെ പറഞ്ഞിരുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതി കൃത്യമായിക്കൊണ്ട് മുസ്ലിങ്ങൾ രേഖപ്പെടുത്താതിരിക്കാനുള്ള ചില കാരണങ്ങൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്തുണ്ടായ ചില അത്ഭുതങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അതിൽ 2 തരത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊക്കെ കേട്ട് പരിചയിച്ച കുറേ സംഭവങ്ങളാണ്, എന്നാൽ അതിനെന്തുണ്ടാവില്ല, പ്രത്യേകിച്ച് അടിസ്ഥാനമോ പ്രമാണങ്ങളുടെ പിൻബലമോ ഉണ്ടാകില്ല. രണ്ടാമത്തേത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളുമാണ്. അതിൽ ഒന്നാമത്തെ ഒരു കാര്യം, ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നി ഇൻദല്ലാഹി മക്തൂബും ബിഖാതമിൻ നബിയ്യീൻ, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ അവസാനത്തെ നബിയാണ് എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ ഇന്ന ആദമ ലമുൻജദലുൻ ഫീ തീനതിഹി, അത് രേഖപ്പെടുത്തുന്ന സമയത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമ കളിമണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന സമയമാണ്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ റസൂൽ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് നബി പറയുന്ന ചില വാക്കുകളാണ്, ദഅവത്തു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരമാണ്. ഇബ്രാഹിം നബിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണല്ലോ. വ ബിശാറത്തു അഖി ഈസ, എൻ്റെ സഹോദരൻ ഈസയുടെ സന്തോഷ വാർത്തയാണ് ഞാൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇസ്രായേലുകാരോട് സംസാരിക്കുന്നത്
സൂറത്തു സൊഫിൽ നമ്മൾ കാണുന്നുണ്ട്. യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, അല്ലേ, എനിക്ക് ശേഷം ഒരു നബി വരാനുണ്ട്, ആ നബിൻ്റെ പേര് അഹ്മദ് എന്നാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സുവിശേഷമാണ് ഞാൻ. വറുഇയ ഉമ്മി അല്ലതി റഅത് ഹീന വദഅത്നി, അതുപോലെ തന്നെ എൻ്റെ ഉമ്മ എന്നെ പ്രസവിക്കുന്ന സമയത്ത് അവർ കണ്ട സ്വപ്നവുമാണ് ഞാനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നം ഒരു അത്ഭുതമായിരുന്നു. ഇത് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം അൽബാനി റഹിമഹുല്ല ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. സ്വപ്നം എന്താണെന്ന് വെച്ചാൽ അന്നഹു ഖറജ മിൻഹാ നൂറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവിയിൽ നിന്നൊരു പ്രകാശം പുറത്തു വന്നു. അദാഅത് ലഹാ മിൻഹു ഖുസൂറു ശാം, ആ പ്രകാശം കൊണ്ട് ഷാമിലുള്ള കൊട്ടാരങ്ങളൊക്കെ പ്രകാശിച്ചു എന്നാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി കണ്ട സ്വപ്നം. ഈ സ്വപ്നത്തെ പറ്റിയിട്ട് ലതായിഫുൽ മആരിഫിൽ ഇബ്നു റജബ് റഹിമഹുല്ലൊക്കെ പറയുന്നുണ്ട്, ആ വെളിച്ചം അത് ഇസ്ലാമിൻ്റെ വെളിച്ചമാണ്. ശിർക്കും കുഫറുമൊക്കെ തുടച്ചു നീക്കി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ വെളിച്ചം ലോകത്ത് മുഴുവൻ പരത്തുമെന്ന സൂചനയാണ് ആ സ്വപ്നത്തിലുള്ളത് എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഇവിടെ ഷാം എന്ന് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാരണം, അല്ലെങ്കിൽ നബിയുടെ ഉമ്മ കണ്ട സ്വപ്നത്തിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, ഷാമിലെ കൊട്ടാരങ്ങൾ പ്രകാശിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഷാം എന്നത് ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറുമെന്നും ഇസ്ലാം അവിടെ ഉറപ്പിക്കുമെന്നും അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രമായിട്ട് ഷാം ഉണ്ടാകുമെന്നൊക്കെ ഈ സ്വപ്നത്തിൽ സൂചനയുണ്ട്. അവസാനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങുന്നതും ഷാമിലാണ്, ഡമസ്കസിലെ പള്ളിയിലാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇറങ്ങുന്നൊക്കെ. അപ്പോൾ അതിലേക്കൊക്കെ ഉള്ള ഒരു സൂചന ഇതിലുണ്ട് എന്ന് ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു കൗതുകമുള്ളൊരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ കണ്ട സ്വപ്നം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സീറയിലൊക്കെ ഉദ്ധരിക്കുന്ന സംഭവമാണ്. ഇമാം അൽബാനി റഹിമഹുല്ല അത് ഹസനാണ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ആ സംഭവം പറയുന്നത്. വല്ലാഹി ഇന്നി ലഉലാമുൻ യഫഅതുൻ ഇബ്നു സബ്ഇൻ ഔ സമാനിൻ, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, എനിക്ക് 7 വയസ്സോ അല്ലെങ്കിൽ 8 വയസ്സോ പ്രായമായ സമയം. എന്നാൽ കാര്യങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് ഗ്രഹിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ പറ്റിയ പ്രായമാണ്. അപ്പോൾ ആ സമയത്ത് മദീനയിലെ ഒരു ജൂതനായ മനുഷ്യൻ അന്ന് കുറച്ച് ഉയരമുള്ള ഒരിടത്ത് കയറി നിന്നിട്ട് മദീനയിലുള്ള ജൂതന്മാരൊക്കെ വിളിക്കാൻ എല്ലാവരെയും വിളിച്ചു കൂട്ടി, ഉച്ചത്തിൽ എല്ലാ ജൂതന്മാരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ അവരൊക്കെ ഓടിക്കൂടി. വൈലഖ് മാലഖ്, എന്താണ് എൻ്റെ കാര്യം, എന്തിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയത്? അപ്പോൾ ആ ജൂതനായ മനുഷ്യൻ പറയുന്നുണ്ട്, ത്വലഅൽ ലൈല നജ്മു അഹ്മദ അല്ലദി ഉലിദ ബിഹി, ഇന്ന് രാത്രി അഹ്മദിൻ്റെ നക്ഷത്രം ആകാശത്ത് ഉദിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അഹ്ലുൽ കിതാബിൻ്റെ ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ പറ്റിയിട്ട് പല അടയാളങ്ങളും ഉണ്ട്, ഒരുപാട് സൂചനകൾ അവർക്കുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അഹ്ലുൽ കിതാബിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാമെന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് അവരുടെ കിതാബിൽ നിന്ന് കിട്ടിയ ഒരു അടയാളമായിരിക്കും. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അഹ്മദിൻ്റെ അടയാളമായിട്ടുള്ള ആ നക്ഷത്രം ഇന്ന് രാത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ആകാശത്ത് ഉദിച്ചിട്ടുണ്ട് എന്നാണ്. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ 7-മത്തെയോ 8-മത്തെയോ വയസ്സിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ കണ്ട ജൂതന്മാർ, ഇതൊക്കെ ശരിക്ക് ബോധ്യപ്പെട്ട ജൂതന്മാരാണ് എന്ത് ചെയ്തത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ ആ നബിയെ ഒറ്റപ്പെടുത്തിയതും പരിഹസിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞതൊക്കെ അതവരുടെ അസൂയയുടെ ഊക്കാണ്, അവരുടെ അഹങ്കാരത്തിൻ്റെ തീവ്രതയാണ് നമ്മളവിടെ കാണുന്നത്. ഇനി നമ്മൾ കേട്ട് പരിചയിച്ച കുറേ സംഭവങ്ങളുണ്ടാകും, എന്നാൽ അതൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്ന സംഭവങ്ങളല്ല. അതിൽ ചില കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് കിസ്റയുടെ കൊട്ടാരം വിറച്ചു. കിസ്റയുടെ കൊട്ടാരം വിറച്ചു എന്ന് പറയുന്നൊരു സംഗതി എന്ത് ചെയ്തിട്ടില്ല,
സ്വഹീഹായ നിലക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ കിസ്റയുടെ കൊട്ടാരത്തിലെ 14 മുനാരങ്ങൾ തകർന്നു എന്നാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച സമയത്ത് കിസ്റയുടെ കൊട്ടാരത്തിൻ്റെ 14 മിനാരങ്ങൾ തകർന്നു എന്ന് പറയുന്നതും ശരിയായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മൂന്നാമത്തെ ഒരു കാര്യം, മജൂസികൾ ആരാധിച്ചിരുന്ന ഒരു അഗ്നിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ ആ അഗ്നി കെട്ടുപോയി എന്നാൽ, ആ തീ കെട്ടുപോയി. അതും സ്ഥിരപ്പെട്ടു വന്ന സംഭവമല്ല. നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ബുഹൈറ തടാകം വറ്റി എന്ന് പറയുന്നതും സ്ഥിരപ്പെട്ട കാര്യമല്ല. ആ ബുഹൈറ തടാകത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ തകർന്നു വീണു എന്ന് പറയുന്നതും ചരിത്രത്തിൽ സ്വഹീഹായിട്ട് സ്ഥിരപ്പെട്ട സംഭവമല്ല. ഇതൊന്നും സ്ഥിരപ്പെട്ടതല്ല എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ അസ്സിറ അൻ-നബവിയയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നബിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തൊരു മഹിമ പറഞ്ഞിട്ട് നമ്മൾ നബിനെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ള കാര്യങ്ങൾ തന്നെ പറയാനും ചിന്തിക്കാനും ആലോചിക്കാനൊക്കെ ഇഷ്ടം പോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ട്. അപ്പം ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കിയിട്ട് ഒരു കെട്ടുകഥ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിമ പറയാനും നബിൻ്റെ പോരിശ പറയാനും പോകേണ്ട ഒരു ആവശ്യവും നമുക്കില്ല എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഖിതാനു റസൂലില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദാ ഖിതാൻ എന്ന് പറഞ്ഞാൽ സുന്നത്ത് കഴിക്കുക അല്ലേ, ചേലാകർമ്മത്തിനാണ് ഖിതാൻ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണോ, അതല്ല എല്ലാ കുട്ടികളും ജനിക്കുന്ന പോലെ സാധാരണ പോലെയാണോ? ചെയ്യപ്പെട്ട നിലയിൽ നിന്ന് അഭിപ്രായമുള്ളവരൊന്ന് കൈയന്തിച്ചാണ്. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നോക്കിയിട്ടാണ്. ആയിക്കോട്ടെ, അങ്ങനെ 2 അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിൽ അല്ല. സാധാരണ കുട്ടികളെ പോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു. 7ാമത്തെ ദിവസം അബ്ദുൽ മുത്തലിബ് നബിയെയും കൂട്ടിയിട്ട് പോകുന്നു. അബ്ദുൽ മുത്തലിബാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേലാകർമ്മം നിർവഹിക്കുന്നത്. ആ 7ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഹമ്മദ് എന്ന പേര് വിളിക്കുന്നതും വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ ചേലാകർമ്മം ചെയ്ത് ഒരു കബിഷിനെ അറുത്ത്, കബിഷ് എന്ന് പറഞ്ഞാൽ കൊറ്റനാട്, ആണാടിനെ അറുത്ത് ഒരു വിരുന്നൊക്കെ ഒരുക്കി, സദ്യയൊക്കെ ഒരുക്കി ആളുകളൊക്കെ ക്ഷണിച്ച് ഒരു പാർട്ടിയൊക്കെ നടത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിൽ അല്ല. ഈ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിൽ ജനിക്കുക എന്നുള്ളത് നുബുവത്തിൻ്റെ ഒരു അടയാളമൊന്നുമല്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ദഈഫായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്തൂനായിക്കൊണ്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണ് ജനിച്ചതെന്ന് ആളുകൾ പറയുന്നത്. സ്വഹീഹായ ഒരു ഹദീസും ആ വിഷയത്തിൽ എന്ത് ചെയ്തിട്ടില്ല, സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നൊക്കെ സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. സിറ ഗ്രന്ഥങ്ങളിലുണ്ട്, പക്ഷേ ഒറ്റ ഹദീസും എന്ത് ചെയ്തിട്ടില്ല, ആ വിഷയത്തിൽ സ്വഹീഹായി വന്നിട്ടില്ല എന്നാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആലയുടെ മൗദൂആത്തിലൊക്കെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് പലരും ഇതിന് തെളിവ് പിടിച്ചിട്ടുള്ളത്. എന്താ മൗദൂ എന്ന് പറഞ്ഞാൽ? കെട്ടിച്ചമച്ച ഹദീസുകൾക്കാണ് മൗദൂ എന്ന് പറയുക. അല്ലേ, ഒരു ഹദീസ് ദഈഫാണെന്ന് പറയുമ്പോൾ ആ ഹദീസ് പല തരത്തിലാണ് ഉണ്ടാവുക. എല്ലാ ദുഅഫും ഒരേ പദവിയിലായിരിക്കില്ല ഉണ്ടാവുക. ചില ദുർബലതകൾ കുറച്ചും കൂടി കഠിനമായതായിരിക്കും, കടുപ്പമുള്ളതായിരിക്കും, പറ്റ മോശമായിരിക്കും, തീരെ സ്വീകരിക്കാൻ പറ്റാത്തതൊക്കെ ആയിരിക്കും. അപ്പോൾ ദഈഫായ ഹദീസുകളുടെ കൂട്ടത്തിലെ ഏറ്റവും അപകടകരമായ, ഏറ്റവും മോശമായ ഹദീസാണ് മൗദൂ ആയ ഹദീസുകൾ. അൽ കദിബുൽ മുഖ്തലഖുൽ മൻസൂബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കളവ്, നബിയുടെ പേരിലേക്ക് ചേർത്ത് പറഞ്ഞ കള്ള ഹദീസ്, അതിനാണ് എന്ത് പറയുക, മൗദൂ ആയ ഹദീസ് എന്ന് പറയുക. അപ്പോൾ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആലയുടെ ഒരു കിതാബാണ് അൽ മൗദൂആത്ത്.
അൽ മൗദുആത്ത് എന്ന് പറഞ്ഞാൽ മൗദുആയ ഹദീസുകളുടെ ഒരു ശേഖരം. അറബി ഭാഷയിൽ മൗദു എന്നുള്ള രണ്ട് നിലക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. അറബി ഭാഷയിൽ ഒരു നിലക്ക് ഉപയോഗിക്കാറുള്ളത് എന്താണ്? മൗദു എന്ന് പറഞ്ഞാൽ എന്താ? ടോപ്പിക് അല്ലെ, വിഷയം, സബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് മൗദു എന്നുള്ളത് പറയാറുള്ളത്. എന്നാൽ ഉസൂലുൽ ഹദീസിന്റെ ഭാഷയിൽ, ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഭാഷയിൽ മൗദു എന്ന് പറഞ്ഞാൽ അൽ കദിബുൽ മുഖ്തലഖുൽ മസ്നൂഉൽ അൽ മൻസൂബു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറഞ്ഞ കള്ള ഹദീസുകളാണ്. മുമ്പൊരു കഥ പറയലുണ്ട്. ഒരാൾ ഖുത്ബ പറയും. അപ്പോൾ മൂപ്പരെ ഖുത്ബ എന്നും ഭയങ്കര വെറൈറ്റി ആയിരിക്കും. ആരും കേൾക്കാത്ത ഹദീസുകളും ആരും കേൾക്കാത്ത സംഭവങ്ങളാണ് മൂപ്പരെന്നും ഖുത്ബയിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഈ ഖുത്ബ കേട്ട ഒരാൾ ചോദിച്ചു, ഞാൻ കുറേ ആൾക്കാരെ ഖുത്ബ കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ ഖുത്ബ എന്നും വെറൈറ്റിയാണ്, ആരും പറയാത്ത സംഭവങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനത് ഇബ്നുൽ ജൗസിയുടെ മൗദു. ഈ സാധു ഖത്തീബ് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ മൗദുആത്ത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ എന്നൊക്കെ. അപ്പോൾ ആ മൗദുആത്തിൽ വന്ന ഹദീസുകൾ വെച്ചിട്ടാണ് മൂപ്പര് ഖുത്ബ പറഞ്ഞിരുന്നതെന്നാണ് തമാശ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്വഹാബിയുടെ പേര് ഖൈസ് ഇബ്നു മഖ്റമ എന്നാണ്. ഖൈസ് ഇബ്നു മഖ്റമ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് പറയുന്നത് ഞാനും നബിയും ജനിച്ചത് ആമുൽ ഫീൽ വർഷത്തിലാണ് എന്ന്. ഖൈസ് ഇബ്നു മഖ്റമ. അപ്പോൾ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനാണ് ജനിച്ചത് എന്ന വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകളൊന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേലാകർമ്മം നിർവഹിക്കുന്നത് വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ്. ജനിച്ച് 7ാമത്തെ വർഷമാണ് ആ ചേലാകർമ്മം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു കൊറ്റനാടിനെ അറുക്കുന്നുണ്ട്. ഒരു സദ്യ ഒരുക്കി ആളുകളൊക്കെ ക്ഷണിക്കുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. 7ാമത്തെ ദിവസം വർഷം എന്ന് പറഞ്ഞ വർഷമല്ല, 7ാമത്തെ ദിവസം നബി ജനിച്ച് 7ാമത്തെ ദിവസം അന്നാണ് പേരിടുന്നതും. മുഹമ്മദ് എന്ന പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്നത് അബ്ദുൽ മുത്തലിബാൻ. ശരിക്കും അറബികൾക്ക് ഒരു പരിചയമില്ലാത്ത പേരാണ് മുഹമ്മദ് എന്ന പേര്. അങ്ങനത്തെ ഒരു പേര് അവർ മുമ്പ് കേട്ടിട്ടില്ല. അപ്പോൾ അബ്ദുൽ മുത്തലിബിനോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇപ്പോൾ ഖുറൈശി തറവാട്ടിൽ ജനിച്ച ഒരു കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടത്? അറബികൾക്കൊന്നും പരിചയമില്ലാത്തൊരു പേരാണല്ലോ അത്. അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കപ്പെട്ടവൻ, തുടരെ തുടരെ സ്തുതിക്കപ്പെടാൻ അർഹതയുള്ളവൻ, ആ വിശേഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയവൻ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറയുന്നുണ്ട്, ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഈ കുട്ടിയെ സ്തുതിക്കണമെന്ന് പുകഴ്ത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അവൻക്ക് മുഹമ്മദ് എന്ന പേരിട്ടതെന്നാണ്. ഈ മുഹമ്മദ് എന്ന പേരിടാൻ വേറെ ഒരു അഭിപ്രായം കൂടി നമുക്ക് കാണാൻ പറ്റും. റൗദുൽ ഉനുഫ് എന്ന കിതാബിൽ ഇമാം സുഹൈലി അദ്ദേഹം പറയുന്നുണ്ട്, അബ്ദുൽ മുത്തലിബും കൂടെ കച്ചവടക്കാരായ 3 ആൾക്കാരും, ഇവർ 4 ആൾക്കാരും കൂടി ഒരുമിച്ച് പോവാണ്, ഷാമിലേക്ക് പോവാണ്, കച്ചവടത്തിന് പോവാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇവരൊരു പുരോഹിതനെ കണ്ടുമുട്ടി. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മിൻ ഐന അൻതും, നിങ്ങൾ ഏത് നാട്ടിൽ നിന്നാണ് വരുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മക്കക്കാരാണ്, മക്കയിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു എന്നാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നബി വരാനുണ്ട്, ഒരു നബി നിങ്ങളുടെ നാട്ടിൽ നിന്ന് വരാനുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു, മസ്മുൻ നബി, എന്താണ് ആ നബിയുടെ പേര്? അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു വേണം, ഇസ്മുഹു മുഹമ്മദ്, ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പം അന്ന് അബ്ദുൽ മുത്തലിബും കൂടെ ഉള്ള 3 ആൾക്കാരും ഈ 4 ആൾക്കാരും കൂടി എടുത്ത തീരുമാനമാണ്, ഇനി ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ഓനക്ക് എന്ത് പേരിടും? മുഹമ്മദ് എന്ന പേരിടുന്നാൻ. അങ്ങനെ പിന്നെയാണ് ആരുണ്ടാകുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അങ്ങനെയാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് അബ്ദുൽ മുത്തലിബ് പേരിടുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ സുഫിയാൻ ഇബ്നു മുജാഷിഉൻ, ഉഹൈഹ ഇബ്നു ജല്ലാഹ്, ഹിമ്രാൻ ഇബ്നു റബീഅ, ഈ 3 ആൾക്കാരാണ് പാർട്ട്ണർമാരായിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഈ 3 ആൾക്കാരും പിന്നീട് അവർക്ക് ജനിച്ച കുട്ടിക്ക് മുഹമ്മദ് എന്ന പേരിട്ടു എന്നാൻ. മുഹമ്മദ് എന്ന പേര് അന്ന് വളരെ അപൂർവമാണ്. ഫത്ഹുൽ ബാരിയിലൊക്കെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൊത്തത്തിൽ ഒരു 20 ആൾക്കാരൊക്കെയാണ് അന്ന് നാട്ടിൽ മുഹമ്മദ് എന്ന പേര് ഉണ്ടായിരുന്നത്. ആദ്യം ഈ 4 ആൾക്കാരാണ് വിളിച്ചിരുന്നതൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു
സന്ദർഭം കൂടി ഉണ്ടായിട്ടുണ്ട് എന്നൊരു അഭിപ്രായം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ സിഹത്തും കാര്യങ്ങളൊക്കെ വേറെ തന്നെ നോക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയണം. വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്ലാസ്സിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ വിളിക്കാൻ മാത്രമുള്ള ഒരു പേരല്ല. ആ പേരിന് നല്ല അർത്ഥവും നല്ല ആശയവും ഉണ്ടാകും. അതാണ് നബിൻ്റെ പേരുകളുടെയും അള്ളാഹുവിൻ്റെ പേരുകളുടെയൊക്കെ പ്രത്യേകത. വെറുതെ ഒരു പേര് ആർക്കും ഉണ്ടാവില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവില്ല. വെറുതെ ഒരു ശബ്ദം മാത്രമായിട്ടുള്ള പേര്. ആ പേരിന് നല്ല ആശയം ഉണ്ടാകും, നല്ല അർത്ഥമുണ്ടാകും. അപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പേരിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു, മുഹമ്മദ് എന്ന പേര്. മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ വന്നിട്ടുണ്ട്. ഒന്ന് സൂറത്തു അഹ്സാബിലാണ്, 33-ാമത്തെ അധ്യായത്തിലെ 40-ാമത്തെ ആയത്ത്. മറ്റൊന്ന് സൂറത്തു അൽ ഫത്ഹിലാണ്, സൂറത്തു ഫത്ഹിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഹു അലൽ കുഫാർ, സൂറത്തു ഫത്ഹിലെ 29-ാമത്തെ ആയത്താണ്. പിന്നെ സൂറത്തു മുഹമ്മദിലെ 2-ാമത്തെ ആയത്താണ്. സൂറത്തു ആലു ഇമ്രാനിലെ 144-ാമത്തെ ആയത്താണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ എന്ന ആയത്ത്. ഇങ്ങനെ 4 ആയത്തുകളിൽ മുഹമ്മദ് എന്ന പേര് ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദിൻ്റെ പേരിൻ്റെ അർത്ഥം പ്രശംസിക്കപ്പെടാൻ അർഹതയുള്ള വിശേഷണങ്ങൾ ഒരുമിച്ച് കൂടിയവൻ, അല്ലെങ്കിൽ തുടരെ തുടരെ സ്തുതിക്കപ്പെടാൻ അവകാശപ്പെട്ടവൻ എന്നൊക്കെയാണ് ആ പേരിൻ്റെ അർത്ഥം. അല്ലെ, ബാങ്കിലും അതുപോലെ തന്നെ നിസ്കാരത്തിലെ ഇബ്രാഹിമിയ സ്വലാത്തിലൊക്കെ ഈ പേര് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ഈ പേരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏതായാലും അള്ളാഹുവിൻ്റെ അടുക്കലും മലക്കുകളുടെ അടുക്കലും നബിമാരുടെ അടുക്കലും ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ അടുക്കലൊക്കെ സ്തുതിക്കപ്പെട്ട ആൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് എന്ന പേരിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ഈ പേര് ഉച്ചരിക്കുമ്പോൾ നമ്മളത് തെറ്റിക്കും. മുഹമ്മദ് എന്നുള്ളത് മുഹമ്മദ് എന്നൊക്കെ പറയുക. അത് ഉച്ചാരണത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മുഹമ്മദ് എന്ന് തന്നെ ഹ, അത് മുഹമ്മദ് എന്ന് ആവൽ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള പേരുകളെ പറ്റിയിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. എന്താണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുടെ യഥാർത്ഥ പേര്? ബറക്ക. അവർ ഏത് നാട്ടുകാരിയാണ്? ഹബ്ശക്കാരിയാണ് അല്ലേ, അബ്സീനിയക്കാരിയാണ് ബറക്ക, ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറയുന്ന കള്ള ഹദീസുകൾക്ക് പറയുന്ന പേര് അൽ മൗദൂ അല്ലെ, അൽ മൗദൂ. മൗദൂആയ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വിധി ഹറാമാണ്. അഥവാ അത് മൗദൂ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അതല്ലാതെ നബി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു മൗദൂആയ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നബിൻ്റെ പേരിലുള്ള കളവാണ്. നബിൻ്റെ പേരിൽ കളവ് പറയൽ ഹറാമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് നൽകിയ വിഷയമാണ് മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും എൻ്റെ പേരിൽ നുണ പറയുകയാണെങ്കിൽ ഓന് നരകത്തിൽ ഓൻ്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ, സീറ്റ് കാത്തിരുന്നു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഖാലും അമ്മും തമ്മിലുള്ള വ്യത്യാസം? ഖാല് ഉമ്മയുടെ സഹോദരനാണ്, അമ്മ് ഉപ്പയുടെ സഹോദരനാണ്. അൽ മൗദൂആത്ത് എന്നത് ആരുടെ ഗ്രന്ഥാണ്? ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആലയുടെ ഗ്രന്ഥാണ്. എന്താണ് ആ ഗ്രന്ഥത്തിലുള്ളത്? മൗദൂആയ ഹദീസുകൾ, കള്ള ഹദീസുകൾ ശേഖരിച്ചിട്ടുള്ളതാണ്. മൗദൂആയ ഹദീസുകളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ കിസ്റയുടെ കൊട്ടാരം വിറച്ചു. കിസ്റയുടെ കൊട്ടാരത്തിലെ 14 മിനാരങ്ങൾ തകർന്നു എന്നൊക്കെ പറയുന്ന സംഭവം ശരിയാണോ? ശരിയല്ല അല്ലേ? നബിൻ്റെ അതെ, അവരുടെ മൗലൂദ് കിതാബിലൊക്കെ ഉള്ളൊരു സംഗതിയാണിത്. അപ്പോൾ അതെന്തല്ല ശരിയായി വന്നില്ല. ചില ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ വന്നിട്ടുണ്ട്, എന്നാൽ അതെന്തല്ല സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്ന
സംഗതിയല്ല എന്നുള്ളതാണ്. അതെ, ബുഹൈറൻ്റെ സ്ഥലത്തിൻ്റെ പേര് സാവ എന്നുള്ളതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്തൂനായിട്ടാണോ ജനിച്ചത്? മഖ്തൂൻ എന്ന് പറഞ്ഞാൽ ഖിത്താൻ ചെയ്യപ്പെട്ടവൻ, ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണ് ജനിച്ചതെന്ന് വെച്ചാൽ അല്ല. ആ വിഷയത്തിൽ സ്വഹീഹായ ഒറ്റ ഹദീസും വന്നിട്ടില്ല. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹത്തിൻ്റെ സാദുൽ മആദിൽ ആ വിഷയം കുറച്ചൊക്കെ വിശദമായിട്ട് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാലും ഇൻഷാ അല്ലാഹ് ഖൈർ, ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും നബിയെ മുലയൂട്ടിയ സ്ത്രീകളും തുടർന്നുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് പറയാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഈ പരിശ്രമങ്ങൾക്ക് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ അടുത്തറിഞ്ഞ് ആ നബിയുടെ ജീവിതം ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിന്തുടരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.